Hi friends, welcome back to Mishab Talks. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒരു മികച്ച 3 വാൾപേപ്പർ ആപ്ലിക്കേഷനുകളാണ്. നിങ്ങൾക്ക് ഒരു നല്ല ഒരു HD ആയിട്ടുള്ള ഒരു AMOLED ആയിട്ടുള്ള വാൾപേപ്പർ ആണ് ആവശ്യമെങ്കിൽ ഈ ഒരു 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ സഹായകമാകും. അത്രക്കും നല്ല ഒരു ക്ലാരിറ്റിയും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വാൾപേപ്പേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3 ആപ്ലിക്കേഷനുകളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രിസം എന്നാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ഇത് വരും, അത് നിങ്ങൾ ഫിനിഷും സ്കിപ്പും ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഞാനിത് ഓൾറെഡി ചെയ്തു വെച്ചതാണ്. ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുന്നത്. ഇതിന് താഴെ കുറച്ച് നാവിഗേഷൻ ടൂൾ ബാർസ് കാണിക്കും, അതായത് പ്രിന്റർ ഒക്കെ ഉള്ളതുപോലെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുമ്പോൾ ഇതിൽ നല്ലൊരു മികച്ച ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ HD വാൾപേപ്പേഴ്സ് ഒക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ധാരാളം വാൾപേപ്പേഴ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു വാൾപേപ്പർ ഇവിടെ ചൂസ് ചെയ്യാവാണ്. ഒരു കടലും അതിന്റെ ഒരു പാറക്കെട്ടുമായിട്ടുള്ള ഒരു ഇമേജ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് ലോഡാവാൻ സമയമെടുക്കും. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ലോഡായത് കൊണ്ട് പെട്ടെന്ന് വന്നു. നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡിനനുസരിച്ച് ഇത് ലോഡാവുന്നതാണ്. ഇത് നമുക്ക് ഇതിനനുസരിച്ച് ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനും പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 3.10 MB ആണ് ഇതിന്റെ വരുന്നത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇതിൽ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വാൾപേപ്പേഴ്സ് ഒക്കെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ ഇത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമ്മുടെ വാൾപേപ്പറായി ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും വാൾപേപ്പറൊക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ നിന്നും സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു മികച്ച ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ തന്നെയാണ് പ്രിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വരുന്നത്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുന്നത്. വളരെ ഒരു മികച്ച ഒരു ഫീലിംഗ് ലഭിക്കുന്ന ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. ഏകദേശം ആ ഒരു ആപ്ലിക്കേഷനേക്കാളും കുറച്ചും കൂടി മികച്ച ഒരു വാൾപേപ്പർ ഒരു ഇമാജിനേഷൻ ഇത് എലിഗന്റ് എന്നാണ് ലഭിക്കുന്നത്. ഇത് 2 ഓപ്ഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ കളക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് അബ്സ്ട്രാക്ട് വാൾപേപ്പർ, നേച്ചർ, സിറ്റി, ആർക്കിടെക്ചർ, AMOLED എന്നിങ്ങനെ ഓട്ടോമൊബൈൽസ് തുടങ്ങിയ ധാരാളം ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു നേച്ചർ ചൂസ് ചെയ്യുവാണ്. അതിൽ നമുക്ക് പ്രകൃതിപരമായിട്ടുള്ള എല്ലാ വാൾപേപ്പറും ലഭിക്കുന്നതാണ്. ഒരു നല്ലൊരു മികച്ച ഒരു ഫീൽനെസ്, അതായത് നമ്മൾ നേരിട്ട് കാണുന്നത് പോലെയുള്ള ഒരു ഫീൽനെസ് ഇതിൽ നിന്നും ലഭിക്കുന്ന തരത്തിലുള്ള ഇമേജുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്രക്കും ഒരു മികച്ച ഒരു ബ്രൈറ്റ് വാൾപേപ്പേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ അതിനേക്കാളും മികച്ച ഒരു വാൾപേപ്പർ ഇമാജിനേഷൻ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് തരത്തിലുള്ള ഒരു വാൾപേപ്പറും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ, അതായത് വെഹിക്കിൾസിന്റെ വാൾപേപ്പേഴ്സ് വേണമെങ്കിൽ അതും ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു മികച്ച ഒരു വാൾപേപ്പർ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. സിറ്റി എടുത്തു നോക്കുവാണെങ്കിൽ സിറ്റിയിലുള്ള കാഴ്ചകളും, ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ കടൽപരമായിട്ടുള്ള കുറെ വാൾപേപ്പേഴ്സ് ഒക്കെ ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇത്രയൊക്കെയാണ് ഇതിൽ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ വാൾപേപ്പേഴ്സ് വരുന്നത് ഫോൺ വാൾസ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാൾപേപ്പർ, അതായത് ഫോണിന്റെ പേര് വെച്ചിട്ടുള്ള വാൾപേപ്പർ ആണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഒരു സാധാ ഫോണാണ്, നിങ്ങൾക്ക് മറ്റൊരു ഫോണിലുള്ള വാൾപേപ്പർ ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ iPhone 11 സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ iPhone 11ന്റെ എല്ലാ തരം വാൾപേപ്പറും ഇതിൽ HDയോടെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെടുത്ത് നിങ്ങളുടെ ഹോം സ്ക്രീനായി ഹോം വാൾപേപ്പർ, മറ്റു വാൾപേപ്പർ ഒക്കെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇവിടെ അപ്ലൈ എന്നൊരു ബട്ടൺ കാണാം. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും വേറൊരു ഫോണിന്റെ വാൾപേപ്പർ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ആ ഒരു ആപ്പ് വാൾപേപ്പർ ലഭിക്കുന്നതാണ്. ഇനിയൊരു ഫോണും കൂടി ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് കാണിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ പോക്കോ X3 എന്നൊരു ഫോണിന്റെ വാൾപേപ്പേഴ്സ് ഇവിടെ കാണിക്കാം. ഇതാണ് പോക്കോയുടെ ഒരു നോർമൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാൾപേപ്പർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പറായി സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു 3 വാൾപേപ്പർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക എന്നതാണ്. ഒരു മികച്ച ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ തന്നെയാണ്. മൂന്നാമത് പരിചയപ്പെടുത്തിയ ഫോൺ വാൾസ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മറ്റു ഫോണിലുള്ള വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ശ്രദ്ധക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.